ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുമ്പോൾ റേഷൻ വിതരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ മാസം 20-ന് പ്രഖ്യാപിച്ച മുൻഗണനാ പട്ടിക അനുസരിച്ച് 28 ലക്ഷം കുടുംബങ്ങളാണ് BPL വിഭാഗത്തിലുള്ളത്. സംസ്ഥാന ലിസ്റ്റിലുള്ള BPLകാർ ഉൾപ്പെടെയാണിത്. അന്ത്യോദയ അന്യോദന പദ്ധതി പ്രകാരം റേഷൻ ആനുകൂല്യം ലഭിക്കുന്ന 6 ലക്ഷം കൂടി ചേരുമ്പോഴാണ് മുൻഗണനാ പട്ടിക 34 ലക്ഷമാകുന്നത്. നിലവിൽ സൗജന്യമായി അരി ലഭിക്കുന്ന എല്ലാവർക്കും അതേ സൗജന്യങ്ങൾ തുടരാനാണ് മന്ത്രിസഭയിലെ ധാരണ. എന്നാൽ കരട് പട്ടികയിൽ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കും. മുൻഗണനാ പട്ടികയ്ക്ക് പുറത്തുള്ളവർക്ക് എത്ര രൂപയ്ക്ക് അരി നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. 8 രൂപ 30 പൈസയ്ക്കാണ് കേന്ദ്രം ഈ വിഭാഗത്തിന് അരി നൽകുന്നത്. മുൻഗണനാ പട്ടിക സംബന്ധിച്ചും പട്ടികയ്ക്ക് പുറത്തുള്ളവർക്ക് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ നിരക്ക് സംബന്ധിച്ചും വിശദമായ നിർദ്ദേശം നൽകാൻ ഭക്ഷ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ച ശേഷം സർക്കാർ തീരുമാനം നിയമസഭയിൽ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. വനംവകുപ്പ് മേധാവി BS കോറിയെ തൽസ്ഥാനത്ത് നീക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. വകുപ്പിനകത്തു നിന്നുള്ള എതിർപ്പിനെ തുടർന്നാണ് BS കോറിയെ മാറ്റിയത്. വിജിലൻസ് പ്രിൻസിപ്പൽ CCF SC ജോഷിയാണ് പുതിയ വനം മേധാവി. ജൂലൈ 20-ന് ഹൈക്കോടതിക്ക് മുമ്പിൽ നടന്ന ലാത്തിചാർജിനെ പറ്റി അന്വേഷിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് PA മുഹമ്മദിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചു. ഹരിത കേരളം മിഷന്റെ ഉപാധ്യക്ഷയായി മുൻ രാജ്യസഭാംഗം ഡോക്ടർ TN സീമയെ നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.